എൻ്റെ ഒരു ആഗ്രഹം പറയുന്നതിനേക്കാളും UDF അധികാരത്തിൽ വരുവാണെങ്കിൽ ആർക്കായിരിക്കും സാധ്യത ഞാൻ പറയാം. ഈ ഒന്ന് രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും സാധ്യത. കാരണം പാർട്ടിയിലെ സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കാണ് ഒരു സാധ്യത. കാരണം VD സതീശൻ അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല അതൊരു മിനിസ്റ്റർ ആയിട്ടാണ്. അദ്ദേഹമാണ് ഇലക്ഷൻ നയിച്ചതെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും ഒരു അപ്പർ ഹാൻഡ് എപ്പോഴും രമേശ് ചെന്നിത്തലയ്ക്കാണ്. കാരണം അദ്ദേഹമാണുള്ള സീനിയർ. ഇതൊന്നും അല്ലാതെ വേറെ ആരെങ്കിലും ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു നിരയാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഉള്ളത്. അപ്പോൾ ഇവരെല്ലാവരല്ലാതെ വേറെ ആരാണ് മികച്ചതായിട്ട് നമുക്ക് തോന്നുന്നത്? മികച്ചതായിട്ട് നല്ല KC വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈക്കമാൻഡിൻ്റെ സപ്പോർട്ടും അദ്ദേഹം തന്നെയാണല്ലോ ഹൈക്കമാൻഡ്. പക്ഷെ എന്നാലും അദ്ദേഹം ഇലക്ഷനിൽ മത്സരിച്ചല്ലേ. ഇനിയിപ്പോൾ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആവണമെങ്കിൽ ആരെങ്കിലും രാജിവെക്കുക. ഞാൻ അറിഞ്ഞത് ഇരിക്കൂറിൽ മത്സരിക്കുന്ന ഒരാളെ രാജിവെപ്പിച്ച് അദ്ദേഹം വീണ്ടും മത്സരിക്കാനോ അങ്ങനെ എന്തോ ഞാൻ കേട്ടത്. പക്ഷെ അങ്ങനെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നേക്കാളും നല്ലത് ഇപ്പോൾ നമുക്ക് രമേശ് ചെന്നിത്തലയെ VD സതീശനൊക്കെ ഉണ്ടല്ലോ, സീനിയർ ടീച്ചറാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതൊക്കെ UDF വരുവാണെങ്കിലുള്ള കാര്യമാണ്. വരുവില്ലയോ നമുക്ക് നമ്മളല്ല തീരുമാനിക്കുന്നത്.